കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് സങ്കീർത്തനം 100-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യം, ലെറ്റ്സ് റീഡ് വേഴ്സ് 4. 4-ാമത്തെ വാക്യം, Psalms 100 വേഴ്സ് 4. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. സങ്കീർത്തനം 100 എന്ന് പറയുന്നത് വളരെ നമുക്ക് സുപരിചിതമായ ഒരു പാട്ടാണ്. പാട്ട് എന്ന് പറയുമ്പോൾ സങ്കീർത്തനം ഒരു പാട്ടാണല്ലോ. കുഞ്ഞുങ്ങളുടെ ഒരു പാട്ടുണ്ട്. ഏത് പാട്ടാണെന്ന് ഓർമ്മയുണ്ടോ? സങ്കീർത്തനം 100-ൽ നിന്നുള്ള പാട്ട് ഏതാണ്? കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞേ. ഐ വിൽ എൻറ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് ഇൻ മൈ ഹാർട്ട് എന്നുള്ള പാട്ട് സങ്കീർത്തനം 100-ൽ നിന്ന് എടുത്ത പാട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, എൻറ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് ആൻഡ് ഇൻ ടു ഹിസ് കോർട്ട്സ് വിത്ത് പ്രൈസ്, ബി താങ്ക്ഫുൾ ടു ഹിം ആൻഡ് ബ്ലസ് ഹിസ് നെയിം. നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമ പുസ്തകത്തിൻ്റെ പഴയ നിയമ ഭാഗത്തിലാണല്ലോ നമുക്ക് ഈ സങ്കീർത്തനങ്ങൾ വരുന്നത്. അവിടെ പഴയ നിയമ കാലത്ത് യഹോവയുടെ ആലയം ഉണ്ടായിരുന്നു. യഹോവയുടെ ആലയം എവിടെയായിരുന്നു സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്? എവിടെയായിരുന്നു? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കണമല്ലോ. എവിടെയായിരുന്നു യഹോവയുടെ ആലയം സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്? എവിടെയായിരുന്നു? യെരുശലേമിലായിരുന്നു യഹോവയുടെ ആലയം. എത്ര ആലയം ഉണ്ടായിരുന്നു? എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഒരെണ്ണേ ഉള്ളൂ. വർഷത്തിൽ എത്ര പ്രാവശ്യം അവിടെ പോകണം? മിനിമം ഒന്നെങ്കിലും പോകണം അല്ലേ? അപ്പോൾ ആ പോകുന്ന ആ ഒരു കാര്യം അപ്പോൾ മനസ്സിലാകുന്നല്ലോ. അപ്പോൾ അവിടെ പോകുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള ഒരു സമയമാണ്. മനസ്സിലായോ? വലിയ സന്തോഷമുള്ള. നിങ്ങൾ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കുക. ഗോൺ ഫോർ ഫെസ്റ്റിവൽസ് ഓഫ് ചേർച്ചസ് ഓർ സംതിങ്. പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ടുള്ളവർ, നിങ്ങൾ അവിടെയൊക്കെ പോകുന്നവരൊക്കെ പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതൊരു ഉത്സവമാണ്. ഉത്സവത്തിന് പോയിട്ടുണ്ടോ? ഗോൺ ഫോർ ഫെസ്റ്റിവൽസ്? നോ. പോയിട്ടുണ്ട് അല്ലേ? ആ പോകുന്നത് കൊച്ചു പിള്ളേരായിരിക്കും. നമുക്ക് പി മേടിക്കാം, ബലൂൺ മേടിക്കാം, ഭയങ്കര സന്തോഷമാണ്. നമുക്കതൊക്കെയായിരുന്നു സന്തോഷം. പക്ഷെങ്കിൽ വലിയവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവഭക്തിയിൽ നിന്നും പല കാര്യങ്ങൾ അവർ ചെയ്യും അല്ലേ? അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവഭക്തിയിൽ നിന്ന് നേർച്ച കാഴ്ചകളൊക്കെ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം അത് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ യെരുശലേം ദേവാലയത്തിലോട്ട് കടന്നു വരുന്നത് ഒരു സന്തോഷമാണ്, ഒരു അനുഗ്രഹമാണ്. എന്നാൽ അവരുടെ ഹൃദയത്തിൽ പാടുന്ന ഒരു പാട്ടാണ് നമ്മൾ വായിച്ചത്. അവിടെ പറയാണ്, എൻറ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് ഇൻ മൈ ഹാർട്ട്. അവൻ്റെ ഹൃദയത്തിൽ സന്തോഷത്തോടുകൂടെ, നന്ദിയോടുകൂടെ വേണം അവൻ്റെ ആലയത്തിലേക്ക് കടന്നു വരാൻ. ഇന്ന് മധ്യാഹ്നത്തിൽ സന്തോഷത്തോടെ വന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞു. സന്തോഷത്തോടെ താങ്ക്സ് ഗിവിങ്. പകുതി ഹാൻഡേ ഉള്ളൂ. സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. പ്രൈസ് വളരെ കനത്തോടുകൂടെ നമ്മളിരിക്കുകയാണ്, സന്തോഷത്തോടെ. പക്ഷെ അവിടെ അവർ പോയത് എങ്ങനെ? താങ്ക്സ് ഗിവിങ്. വളരെ സന്തോഷത്തോടുകൂടെ അവർ പോയത്. എൻറ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. അവിടെ വളരെ സന്തോഷത്തോടുകൂടെ പോയത്. അവർ ഉത്സാഹിപ്പിക്കുന്നതാണ്. സന്തോഷത്തോടെ വേണം നമ്മൾ പോകാൻ എന്ന് പറഞ്ഞു. പക്ഷേ അവർ വർഷത്തിൽ എത്ര പ്രാവശ്യം പോകുന്നുള്ളൂ? ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ അത് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇറ്റ് ഇസ് ഓൺലി ഇൻ ജെറുസലേം. എല്ലാവരും യെരുശലേമിലല്ല താമസിക്കുന്നത്. നമുക്ക് യെരുശലേമിലൊക്കെ ദേവാലയത്തിലേക്ക് കർത്താവ് തന്നെ ചെറുപ്പത്തിൽ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 12 വയസ്സായപ്പോൾ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമത്തിലെ ആലയം എവിടെയായിരിക്കും? ഏത് സിറ്റിയിലാണ് പുതിയ നിയമത്തിലെ ആലയം സ്ഥിതി ചെയ്യുന്നത്? എവിടാ പുതിയ നിയമത്തിലെ ആലയം? എവിടാ? നമ്മുടെ ഹൃദയത്തിൽ അല്ലേ? Let us read that verse. 1 Corinthians chapter 3 verse 16 and 17. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. Don't you know that you are the temple of God? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന് പറഞ്ഞു. അപ്പം പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ ആ ആലയമായിട്ട് വലിയ ബന്ധമില്ല. കാരണം പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു
നമ്മളെ ഓരോരുത്തരെയും വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളെയും കർത്താവ് കാണുന്നത് എങ്ങനെയാണ്? യഹോവയുടെ ആലയമായിട്ട് തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്ന് കർത്താവ് തരുന്ന ഒരു ആലയമായിട്ട്. കാരണം അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്കുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 16:24. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. 16:24. Sorry, 17:24. 17:24. 17:24. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഈ ടെമ്പിൾസോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ആലയത്തിലൊക്കെ കാണുന്ന ശുശ്രൂഷകളെല്ലാം മാനുഷികമായ കരങ്ങളിലാണ്. അതൊരു കൺഫൈൻഡ് സ്പേസാണ്, ഒരു അല്പ സ്ഥലമല്ലേ ഉള്ളൂ. ഇത്ര അങ്ങ് നീണ്ടു വന്ന് കിടക്കുമല്ലോ, ഒരു കൺഫൈൻഡ് സ്പേസാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും ഒരു പക്ഷെങ്കിൽ അതിവിശുദ്ധ സ്ഥലം എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പം നമ്മുടെയൊക്കെ ചിന്ത കർത്താവ് ആ ഒരു സ്ഥലത്തിനകത്ത് ഒതുങ്ങിക്കൂടാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: God who made the world and everything in it, since he is the Lord of heaven and earth, does not dwell in temples made with hands. അപ്പം നമ്മളിപ്പോൾ ഒരു വലിയൊരു മനോഹരമായ ഒരു ആലയം ഉണ്ടാക്കിയാലും അതിനകത്ത് ദൈവത്തെ ഒതുക്കാമെന്ന് വെച്ചാൽ ഒതുക്കാവുന്ന ഒരു വ്യക്തി അല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് ഒരു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തന്നിരിക്കുക. ദൈവത്തിൻ്റെ ഹൃദയ സാന്നിധ്യം തന്നിരിക്കുക. പഴയ നിയമ ഭക്തന്മാർ വർഷത്തിൽ ഒരിക്കലായിട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ദൈവ സാന്നിധ്യം എൻജോയ് ചെയ്യാനുള്ള പ്രിവിലേജ് നമുക്ക് തന്നിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഇസൻറ്റ് ഇറ്റ്? എപ്പോഴും നമുക്ക് പുതിയ നിയമ വിശുദ്ധന്മാർക്ക് എപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ സന്തോഷത്തിൽ ആയിരിക്കാനായിട്ട് തന്നിരിക്കുക. അപ്പം വെള്ളിയാഴ്ച നമ്മൾ വരുമ്പോൾ ഉച്ചയാകുന്ന സമയത്തേക്ക് നമുക്ക് ഗിയർ മാറി സ്തോത്രം പറയുക, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പിന്നെയും നമ്മുടേതായിട്ടുള്ള ഗിയർ. അങ്ങനെയല്ല അല്ലേ? നിങ്ങൾ ഒരു സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം നമ്മളിപ്പോൾ വായിച്ച 100-ാമത്തെ സങ്കീർത്തനത്തിനാണ് നമ്മൾ വായിച്ചത്. ലെറ്റ് us read Psalms 122. 122 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. I was glad when they told me, what? Let us go into the house of the Lord. ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ചെല്ലുക എന്ന് പറയുമ്പോഴേക്കും സന്തോഷമായിരുന്നു. സാറേ, ഞാൻ ചോദിക്കട്ടെ, ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട്? ഓർ ഇസ് ഇറ്റ് എ മോണോട്ടണസ്? ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓൺലി ഫോർ ദ മീറ്റിംഗ് എന്നുള്ള കാര്യത്തിലല്ല. പഴയ ഭക്തന്മാർക്ക് അങ്ങനെയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ചില പെർട്ടിക്കുലർ ടൈം, ശനിയാഴ്ച എന്ന് പറഞ്ഞൊരു ശബത്ത് ദിവസം അവർ ദൈവത്തിന് വേണ്ടി മാറ്റി വെപ്പിട്ട് ബാക്കി സമയങ്ങളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശബത്ത് ദിവസമായിട്ടല്ല, എല്ലാ ദിവസവും എപ്പോഴും കർത്താവിൻ്റെ കൂടെ സന്തോഷത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് അവിടെ പക്ഷേ ആറ്റിറ്റ്യൂഡ് ഇസ് ദ സെയിം. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ആറ്റിറ്റ്യൂഡ് ഇസ് ദ സെയിം. വാട്ട് ഇസ് ആറ്റിറ്റ്യൂഡ്? സങ്കീർത്തനം 100-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തിലോട്ട് മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്നത് വാട്ട് ഇസ് ആറ്റിറ്റ്യൂഡ് വി ഷുഡ് ബി ഹാവിങ് ഇറ്റ്. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറയുന്നത്, എൻറ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് ഇൻ മൈ ഹാർട്ട്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് വരുമ്പോൾ നന്ദിയോടുകൂടെ. വാക്യങ്ങളൊന്നുകൂടെ വായിച്ചാട്ടെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. ഈ എന്താണ് യഹോവയുടെ പ്രാകാരങ്ങളിൽ സ്തോത്രത്തോടും അവൻ്റെ വാതിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും. ഈ സ്തോത്രവും സ്തുതിയും തമ്മിൽ എന്താ വ്യത്യാസം? സ്തോത്രവും സ്തുതിയും തമ്മിൽ എന്താ വ്യത്യാസം? വല്ല വ്യത്യാസമുണ്ടോ? ഓർ ഇറ്റ്സ് ബോത്ത് ദ സെയിം തിങ്? താങ്ക്സ് ഗിവിങ്. സ്തുതി എന്ന് പറയുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്. സോ അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ കർത്താവ് ചെയ്തപ്പോഴുള്ള നന്ദി പറയുന്നതിനാണ് താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെപ്പോഴാണ് താങ്ക് യു പറയുന്നത്?
എന്തെങ്കിലും കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിച്ചപ്പോൾ, എന്തെങ്കിലും തന്നപ്പോൾ പറയാം താങ്ക് യു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടിയപ്പോൾ താങ്ക് യു പറയാം. ദാറ്റ് ഇസ് താങ്ക്സ് ഗിവിങ് അല്ലേ? പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? സാറ് വിചാരിച്ചാൽ എല്ലാം നടക്കും കേട്ടോ. സാറ് വിചാരിച്ചാൽ എല്ലാം നടക്കും. എപ്പോഴാണ് നമ്മൾ പറയുന്നത്? വി ആർ റിയലി പ്രൈസിങ് ദാറ്റ് സാർ സോ ദാറ്റ് ഹി ക്യാൻ സൈൻ ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ. അല്ലേ? അല്ലേ? That is praising. Or we are adoring the person. We are saying that is good. So similarly, when you come to the Lord, രണ്ട് കാര്യവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. ഒന്ന് നന്ദി ഉണ്ടാവണം, മറ്റേത് സ്തുതികൾ ഉണ്ടാകണം. അപ്പം ഈ താങ്ക്സ് ഗിവിനെ കുറിച്ച് പറയണം. ഇൻ ടു ഹിസ് കോർട്സ് വിത്ത് പ്രൈസ് ആൻഡ് ദെൻ ഹി സേസ് ബി താങ്ക്ഫുൾ ടു ഹിം ആൻഡ് ബ്ലസ് ഹിസ് നെയിം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കും. നന്ദിയുള്ളൊരു ഹൃദയമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയ വഴി വന്ന വഴി. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് മനസ്സിലായി കാണും. പോയ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും കൊടുത്താലും ദേ ഡോണ്ട് കെയർ. അങ്ങനെയാണോ നമ്മൾ? അതോ നമുക്ക് തിരിച്ച് പറയാനായിട്ട് ഒരു പക്ഷെങ്കിൽ നിങ്ങളെ വണ്ടി ഓടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന ഒരു സഹോദരനായിരിക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നിങ്ങൾ മനസ്സിലാക്കണം. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ അടുക്ക വന്ന് നമ്മളെ പിക്ക് ചെയ്ത് ഇവിടെ വന്ന് കൊണ്ടുവന്ന് വിടുന്നു. അല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷെങ്കിൽ മൈക്ക് സെറ്റ് ചെയ്തൊരു കൊച്ചു കുട്ടിയായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാനായിട്ട് അവർ ശ്രമിച്ച ചില എഫേർട്ട് എടുത്ത ചില പിള്ളേരായിരിക്കും. ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നവരാ. ആർ വി താങ്ക്ഫുൾ? ഓർഡിനറി തിങ്സ്, വളരെ ഓർഡിനറി തിങ്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷെങ്കിൽ കടന്നു വന്ന് ഒരു പക്ഷെങ്കിൽ രാവിലെ നിങ്ങളോട് ഒന്നിരുന്ന് കൂട്ടായ്മ ആചരിക്കാനായിട്ട് മനസ്സ് വെച്ച് വരുന്ന സഹോദരന്മാരായിരിക്കും. ആർ യു താങ്ക്ഫുൾ? ആർ യു ടേക്കിംഗ് ദം ഫോർ ഗ്രാൻഡഡ്? ഹല്ലേലൂയ. മനസ്സിലായോ? എൻ്റെ കൂടെ ഉണ്ടോ? താങ്ക് യു എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രം പറയുന്നതൊരു കാര്യമല്ല, നമ്മുടെ ഹൃദയത്തിനകത്തൊരു നന്ദി കൊണ്ട് നിറഞ്ഞതായുള്ള. എന്നാൽ നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നൊരു ഭാഗമുണ്ടല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. ലൂക്ക് ചാപ്റ്റർ 17:14. അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. രണ്ട് വാക്യം പുറകോട്ട് വായിച്ചാൽ 12-ാമത്തെ വാക്യം. ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗിയായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട് യേശു, നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവൻ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നല്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗം നമുക്കറിയാം, നന്നായിട്ട് അറിയാം അല്ലേ? 10 പേര് കുഷ്ഠരോഗികളായിരുന്നു. 10 പേര് കുഷ്ഠരോഗികളായിരുന്നു. ഈ 10 പേര് കുഷ്ഠരോഗികളായിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പൊക്കൊള്ളുക, നിങ്ങൾ ശുദ്ധരായി എന്ന് പറഞ്ഞു. അവർ പോയ മാത്രയിൽ 10 പേരും ശുദ്ധരായി, 10 പേരും സൗഖ്യമായി. പക്ഷെ ഒരാൾ മാത്രം തിരിഞ്ഞു വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കാൽക്കൽ വീണവനെ വർഷിപ്പ് ചെയ്തു. It says, fell down on his face at his feet, giving him thanks. And he was a Samaritan. കർത്താവ് ചോദിച്ചു, ബാക്കി 9 പേരെവിടെ? ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആ ആൾ പുറജാതിക്കാരനാണ്, സെമാരിറ്റനാണെന്ന് പറഞ്ഞാൽ ജൂഡായിലോട്ട് മാത്രമാണ് കർത്താവ് വന്നതെന്ന് കർത്താവ് തന്നെ പലയിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ പുറജാതിക്കാരനായി വ്യക്തി ആയതുകൊണ്ട് ഹീ നെവർ ഹാഡ് എനി എക്സ്പെക്റ്റേഷൻ ഇൻ ഹിസ് ലൈഫ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഒത്തിരി കൂടുതലാണെങ്കിൽ യു വിൽ നെവർ സേ താങ്ക്സ്. ഇപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർക്കൊരു ഐഫോൺ കൊടുക്കണമെന്ന് വിചാരിക്കാം. അവരുടെ ചിന്ത, അവരുടെ ലെവലിൽ അവർക്ക് എന്ത് കിട്ടണം? ഒരു ഐഫോൺ കിട്ടണം. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി നിങ്ങളുടെ സാലറിയൊക്കെ മിച്ചം പിടിച്ച് നിങ്ങൾ അവർക്കൊരു പക്ഷെങ്കിൽ വാട്ട് ഇസ് നെക്സ്റ്റ് ബ്രാൻഡ് ബിലോ ദാറ്റ്? സാംസങ്. ഓക്കെ, സാംസങ്. സോ യു പർച്ചേസ് ഫോർ എ സാംസങ്. യു വിൽ ലുക്ക് അറ്റ് ഇറ്റ്, താങ്ക് യു ഡാഡി. പക്ഷെ മുഖമൊന്നും പ്രസാദമില്ല. വൈ?
നിങ്ങളും കൊടുത്തത് സെയിം ആയിരുന്നു, മൊബൈലായിരുന്നു, അത് വർക്കൊക്കെ ചെയ്യും, കാര്യങ്ങളൊക്കെ നടക്കും. ബട്ട് ദ പേഴ്സൺ ഈസ് നോട്ട് ഹാപ്പി. വാട്ട് ഹാപ്പൻഡ്? Because his expectation was very high. He thinks that he deserves more than this. Isn't it? ഇവിടെ 10 പേരും സൗഖ്യമായി. ഒരാൾ പറഞ്ഞു, I don't deserve it. I am a Samaritan. I don't deserve it from my God. He came, he fell down on his face, he thanked the Lord and worshipped him. Praise the Lord. Praise the Lord, you understand? So why we are not thankful? Because we think very highly about ourselves. നമ്മളെക്കുറിച്ച് വലിയ ഉയരമുള്ള ആൾക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മൾ താങ്ക് യു ഒന്നും പറയത്തില്ല. പിന്നെ അവനോട് നന്ദി പറയാൻ പോവാം. അതൊക്കെ അവൻ ചെയ്യേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ മാതാപിതാക്കളോട് ചോദിക്കുന്നത്? പലതിനും നിങ്ങൾ കേട്ട് കാണും, നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും. ഇതൊക്കെ നിങ്ങൾ അമ്മയപ്പന്മാരാണെങ്കിൽ ചെയ്യേണ്ടത് തന്നെ, അത്രയേ ഉള്ളൂ. വാട്ട് സ്പെഷ്യൽ ഹാവ് യു ഡൺ ഫോർ മീ? But you think you have done a lot of things for them by saving, for working, all these things, and you done for the kids. But still they're not thankful because they think that there's somebody special. Same way, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളിലും when God does so many things in our life, so many things, we have nothing to thank Him. We have only petitions. We have in our book only there is petitions. സപ്ലിക്കേഷൻസ്. കർത്താവേ ഇത് ചെയ്യണേ, കർത്താവേ അത് ചെയ്യണേ, കർത്താവേ ഇത് ചെയ്യണേ. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നു, ഒന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല കർത്താവേ. വൈ? ബിക്കോസ് നമ്മുടെ ഹൃദയം വളരെ ഉയർന്ന ചിന്താഗതി. അപ്പം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻറ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ഇൻ ഹിസ് ഹാർട്ട്. വൈ? ഹി സേസ് ദാറ്റ്. ഗോ ബാക്ക് ടു ദ Psalms 100. സങ്കീർത്തനം 100 മടങ്ങിപ്പോകുമ്പോൾ ലെറ്റ്സ് സീ ദിസ് വേഴ്സ്. ഹി സേസ്, ചില കാര്യങ്ങൾ നമുക്ക് എല്ലാം ഒന്നും എടുത്തുകൊണ്ട് പോകാൻ നേരെയില്ല. ലെറ്റ്സ് സീ Psalms 100 നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് 3-ാമത്തെ വാക്യത്തിൽ, നോ ദാറ്റ് ദ ലോർഡ് ഹി ഈസ് ഗോഡ്, ഇറ്റ് ഈസ് ഹി ഹു ഹസ് മെയ്ഡ് us, വേഴ്സ് 3, ആൻഡ് നോട്ട് വി ourselves, വി ആർ ഹിസ് പീപ്പിൾ ആൻഡ് ദ ഷീപ്പ് ഓഫ് ഹിസ് പാസ്റ്റേഴ്സ്. 4 കാര്യം എഴുതിയിട്ടുണ്ട്, വേഗം വായിച്ചാൽ 3-ാമത്തെ വാക്യം. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. പറയുന്നത് there are 4 reasons why we should thank the Lord. They were the 1, he is God. അവൻ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ദൈവത്തെയാണ്. അതെ, കർത്താവാണ്, കർത്താവ് നമ്മുടെ പിതാവാണ്, ഒക്കെ നമ്മൾ ശരിയാണ്. ദാറ്റ്സ് ട്രൂ. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഗോഡ്. അവൻ ദൈവമാണ്. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്നറിയാമോ? അവൻ നമ്മളെ ഉണ്ടാക്കിയവനാണ്. ഹല്ലേലൂയ. ഹി ഓൺസ് us. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ആർഗ്യൂ ചെയ്യുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്ന കഴിയുമ്പോൾ പറയും, ദൈവം ഏതാണ് നമുക്ക് ഈ ഓസ് us സംതിങ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ when we come to the realization that he is God and he has made us, അവൻ നമ്മളെ ഉണ്ടാക്കി. 3-ാമതായിട്ട് പറയാണ്, we are his people. നമ്മൾ അവൻ്റെ ജനമാണ്, അവൻ നയിക്കുന്ന ആടുകളാണ്. Praise God. ആ ഒരു ആട് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും, എൻ്റെ ഇടയനാണ് എന്ന കാര്യം മനസ്സിലാകുമ്പോഴത്തേക്കും എന്തൊരു സന്തോഷമാണെന്നറിയാം. നമ്മൾ ആരാധിക്കുന്ന, നമ്മളെ മഹത്വപ്പെടുത്തുന്ന ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിലായിരിക്കണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരേണ്ടത്. 1, ഹി ഈസ് ഗോഡ്. അവൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ അവൻ്റെ അടുക്കൽ അടുത്ത് വരണം. 2, അവൻ എന്നെ ഉണ്ടാക്കി എന്നുള്ള തിരിച്ചറിവിൽ, അവനാണ് എന്നെ സൃഷ്ടിച്ചവനായ ദൈവം. എന്നെ എന്തൊക്കെ കണ്ടീഷൻ ആയിക്കോട്ടെ, ഞാനൊരു പക്ഷെങ്കിൽ ബുദ്ധിമാനാണ്, ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, ഞാനൊരു പക്ഷേ കഴിവുള്ളവനാണ്, കഴിവില്ലാത്തവനാണ്, ഒരു പക്ഷെങ്കിൽ ഞാൻ എന്ത് നാഷണാലിറ്റി ആയിക്കൊള്ളട്ടെ, പക്ഷെ ദൈവം പറഞ്ഞു, ഹീ ഈസ് ദ വൺ ഹു മെയ്ഡ് മീ. ആൻഡ് ദെൻ ഹി സേസ്, വി ആർ ഹിസ് പീപ്പിൾ. അവൻ്റെ ജനമാണ്. 3, 4-ാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് എന്നറിയാമോ? ദ ഷീപ്പ് ഓഫ് ഹിസ് പാസ്റ്റേഴ്സ്. അവൻ്റെ കൈക്കീഴിലെ ആടുകളാണ്. ആ ഒരു ഇടയൻ പോറ്റുന്നത് പോലെ. വാട്ട് എ കംഫർട്ട് എ പേഴ്സൺ വിൽ ഹാവ്. ഒരു ഹൃദയത്തിൽ നിന്നും നമ്മൾ ദൈവത്തെ അങ്ങനെ കർത്താവേ, നീ എന്നെ ഇങ്ങനെയാണോ കാണുന്നത് എൻ്റെ എല്ലാ വിഷയത്തിലും? അതുകൊണ്ടാണ് സങ്കീർത്തനം 23 നമ്മൾ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുന്നത്. ബിക്കോസ് ദ പേഴ്സൺ ഹു റിയലൈസ് ഐ ഹാവ് എ ഷെപ്പേർഡ്, എനിക്കൊരു ഇടയനുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഐ ഡോണ്ട് ഹാവ് ടു ബി അഫ്രെയ്ഡ്. ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ വേവലാതി പിടിച്ചു, എനിക്ക് നന്ദി പറയാനേ ഉള്ളൂ. എനിക്കൊരു ഇടയനുണ്ട്, അവൻ എന്നെ കുരുൾത്താഴ് കുഴിനടത്തും, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തും. ഇതൊക്കെ എനിക്ക് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തും. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ
പിന്തുടരും. അല്ലേ? അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വെൻ യു നോ ദ ഐ ലോർഡ് ഐ താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ ഹൃദയത്തിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പിന്നെയും നമ്മൾ താഴോട്ട് വായിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ എടുക്കുന്നത് വേഴ്സ് 5, 5-ാമത്തെ വാക്യം വായിച്ചേ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. ഇനി 3 കാര്യം വരുന്നത്. ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവം നന്മയല്ലാതെ ഒന്ന് ചെയ്യുന്നില്ല. ദ ലോർഡ് ഈസ് ഗുഡ്. യഹോവ നല്ലവനല്ലോ. നമ്മൾ ചിന്തിക്കണം, കർത്താവേ എന്നാലും നീ എന്നോട് അത് ചെയ്തല്ലോ, എന്നാലും നീ എന്നോടത് ചെയ്തല്ലോ നമ്മൾ പറയുമ്പോഴും നമ്മൾ എന്തോ ദൈവത്തോട് പറയുന്നത്, കർത്താവേ നീ നല്ലവനല്ല, നീ നല്ലവനല്ല, എന്നാൽ നീ എന്നോടത് ചെയ്തല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ എം ബെറ്റർ ദാൻ യു. The Lord is good. Remember that the Lord is good. Second thing he says, His mercy endures forever. അവൻ നമ്മളോട് കരുണയോട് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്തതിനൊത്തവണ്ണം അല്ല നമ്മളോട് ഇടപെടുന്നത്. നമുക്കറിയാം, നമ്മുടെ പിള്ളേരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് 2 നന്നായിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷേ പലപ്പോഴും നമ്മൾ പറയും, വേണ്ട പോട്ടെ, കൊച്ചു വശനല്ലേ, ക്ഷമിച്ച് കരുണയോടുകൂടെ നമ്മൾ ഇടപെടുമല്ലേ. നമ്മുടെ സ്വർഗത്തിലെ പിതാവും നമ്മളെ നോക്കുമ്പോഴതുപോലെയാണ്. പല കുരുത്തക്കേടുകളും കാണുമ്പോഴും നന്നായിട്ട് കൊടുക്കാൻ തോന്നും, പക്ഷേ കർത്താവ് കരുണയോടുകൂടി ഇടപെടുന്നു. And he says, His mercy endures for everlasting forever. And then he says, His truth to all generations. അവൻ്റെ സത്യം നിലനിൽക്കുന്നു. വാക്യം വേഴ്സ് 5 ഒന്നുകൂടെ വായിച്ചാൽ 5-ാമത്തെ വാക്യം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമുക്ക് എത്ര വിശ്വസ്തതയായിട്ട്, അപ്പം നമുക്ക് നന്ദി പറയാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോഴാവട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫിലാകട്ടെ, കർത്താവിനോട് നന്ദി പറയാനായിട്ട് നമുക്ക് എത്ര പേർക്ക് താങ്കൾ ചെയ്യുന്ന ജോലിയിൽ കർത്താവിന് നന്ദി പറയാറുണ്ട്? Let us read Deuteronomy chapter 8 verse 18. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചാൽ. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. നമുക്ക് സാലറി മേടിക്കാൻ ആരാ ശക്തി തരുന്നേ? ആണോ? നല്ലൊരു നടുവേദന ഉണ്ടായാൽ പോരെ രാവിലെ ഓഫീസിൽ പോകാൻ പറ്റുമോ? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? നന്നായിട്ടൊരു തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ വായിക്കാൻ പറ്റുമോ? പറ്റിയല്ലേ? ആ വാക്യങ്ങളൊന്നുകൂടെ വായിച്ച് നോക്കിയിട്ട്, കർത്താവേ ഓരോ ശമ്പളം ഓരോ മാസങ്ങളും നമ്മൾ മേടിക്കുമ്പോഴും you should say, Lord, I thank you for this month also you gave me my salary. Are you thankful? Are you thankful about it? You think it's take it for granted, right? Can you read that verse again? ഒന്നുകൂടെ വായിച്ചടാ വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. യെസ്, ലെജിറ്റിമേറ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്, കർത്താവിൻ്റെ കഴിവുകൊണ്ടതൊക്കെയാണെന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കണം, ഇറ്റ് ഈസ് എ ലോർഡ് ഹു ഹെൽപ്സ് us. ഐ ഹോപ്പ് യു റിമെമ്പർ ദ വേഴ്സ്. വാങ്ങിക്കുന്നു, ഓട്ടസഞ്ചിയിൽ ഇടാനായിട്ട് വാങ്ങിക്കുന്നു. ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഓട്ടസഞ്ചി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നു, ഇഷ്ടംപോലെ ശമ്പളമൊക്കെ മേടിക്കുന്നുണ്ട്, പക്ഷേ എക്സ്പെൻസും അതുപോലെയാണെങ്കിൽ ഒന്നും കയ്യിലില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം, വി ഹാവ് ടു ബി താങ്ക്ഫുൾ ബിക്കോസ് ഇറ്റ്സ് ലോർഡ് ഹു എനേബിൾസ് us. അപ്പം സങ്കീർത്തനക്കാരന് ദൈവസന്നിധി ചെന്നിട്ട് നന്ദിയോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവ്, ലോർഡ് റിയൽ ഐ താങ്ക് യു ഫോർ വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ. എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യത്തിനായിട്ടും നന്ദി പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, എന്താണ് ദൈവഹിതം, എന്താണ് ദൈവഹിതം. ഒരു ദൈവഹിതം നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. 1 Thessalonians chapter 5 verse 17 and 18. 1 Thessalonians 5-ാം അധ്യായം 17-18 വേഗം വായിച്ചാൽ 18-ാമത്തെ വാക്യം. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിലുള്ള ദൈവ ഇഷ്ടം. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം നമ്മൾ അന്വേഷിക്കുന്ന എല്ലാവരും എന്ത് മനസ്സിലാക്കണം? ഗോഡ് ഈസ് ഗുഡ്. ലോർഡ് ഡസ് എവറിത്തിങ് ഗുഡ് ഫോർ മീ, റൈറ്റ്?
എല്ലാത്തിനായിട്ട് സ്തോത്രം ചെയ്യണം. എല്ലാത്തിനായിട്ട് സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഹസ്ബൻഡിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വൈഫിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ എൻ്റെ കൂടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജോലി ഒരു പക്ഷെങ്കിൽ എത്ര പെർഫെക്റ്റ് ആയിക്കോട്ടെ, എത്ര ഇംപെർഫെക്റ്റ് ആയിക്കൊള്ളട്ടെ. ചിലർക്ക് പറയാം ഞങ്ങളുടെ ജോലി ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് താങ്ക്ഫുൾ. ബട്ട് ഐ സേ ലോർഡ്, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. നീ എൻ്റെ ജോലിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നു. അറിയാതല്ലല്ലോ കർത്താവ് എന്നെ അവിടെ കൊണ്ടിട്ടേക്കുന്നു. ദൈവം അറിഞ്ഞിട്ടാണല്ലോ. ലോർഡ്, ഐ താങ്ക് യു ഇൻ ദി സിറ്റുവേഷൻസ്. ഇൻ ദി സിറ്റുവേഷൻസ് വെയർ വി ആർ, ഇഫ് വി ക്യാൻ ബി റിയലി താങ്ക്ഫുൾ, റൈറ്റ്, വി ക്യാൻ ബി സ്പിരിച്വൽ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന എൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറിയിട്ട് ഞാൻ സ്തോത്രം പറയുമെന്ന് പറഞ്ഞാൽ മിക്കവാറും അത് നടക്കുകയില്ല. So start learning to say thank you, Lord, when even though the situations are not very good. കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഔട്ട്ലുക്ക് ഒന്നും അല്ലെങ്കിലും മൈ ഗോഡ് ഈസ് ഗോഡ്. എൻ്റെ ദൈവം ദൈവമായുള്ളതിനായി സ്തോത്രം. അവൻ്റെ ആടുകളായി ഞാൻ ഉള്ളതിനായിട്ടുള്ള സ്തോത്രം. കർത്താവെ, ഞാൻ അതിനായിട്ട് നന്ദി പറയുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളതാണെങ്കിൽ praise God. The outcome could be anything. Outcome could be anything. Now I'll tell you something. A righteous person, can his prayer be delayed and not answered for some time? ഒരു നീതിമാനായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കാമോ? എന്താണ് ഉത്തരം? ദൈവം കേൾക്കും. But he asked for the Lord and the Lord did not give him. കർത്താവ് പല ദിവസം ചോദിച്ചു, പക്ഷെ കൊടുത്തില്ല. You know a person like that? Luke chapter 1, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു വ്യക്തി സക്രിയാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സക്രിയാവിനെ കുറിച്ചും എലിസബത്തിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഇവിടെ വായിക്കാം. ആൻഡ് വേഴ്സ് 6-ാമത്തെ വാക്യം. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറവില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. They were both righteous before God, walking in all the commandments and ordinance of the Lord blameless. ഓക്കെ, ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾ ചോദിച്ച എല്ലാം ദൈവം കൊടുക്കേണ്ടതല്ലേ? ന്യായമായി ആണ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. എലിസബത്ത് മച്ചിയായകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. മനസ്സിലായോ? അവർ കർത്താവിനടുക്ക് ചോദിച്ചത് എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. താഴെ കർത്താവ് പറയുന്നുണ്ട്. അവർ ചോദിച്ചു, കർത്താവെ ഞങ്ങൾക്കൊരു തലമുറയെ തരണം, അല്ലെങ്കിൽ കുഞ്ഞിനെ തരണമെന്ന് അവർ ദൈവസന്നിധിയിൽ ചോദിച്ചു. ബട്ട് ഇറ്റ് വാസ് ഡിലേഡ്. ഇറ്റ് വാസ് ഡിലേഡ് ടു സച്ച് എൻ എക്സ്റ്റെൻറ്റ് ദേ ലോസ്റ്റ് ഓൾ ദ ഹോപ്സ്. അവർ പ്രാർത്ഥിച്ചിട്ട് ഇനിയും വലിയ കഥയില്ലെന്ന് തോന്നി ആ ഒരു സിറ്റുവേഷനിൽ. ബട്ട് സ്റ്റിൽ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഹല്ലേലൂയ. അപ്പോഴും ദൈവം രാജാവായി, നമ്മുടെ പിതാവായി, നമ്മുടെ ഇടയനായി ഒക്കെയും തുടരുകയാണ്. അപ്പോഴാണ് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാകുമ്പോഴാണ് വി സേ ലോർഡ് ഐ താങ്ക് യു. കർത്താവെ, എനിക്ക് മനസ്സിലാകുന്നില്ല, ബട്ട് ഐ വോണ്ട് ടു താങ്ക് യു. ഐ നോ യു കെയർ ഫോർ മീ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ആരും ചിന്തിക്കുന്നില്ല. I would really thank the Lord for it. Praise the Lord. നമ്മുടെ ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കും പ്രിയ സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം we are the most moody person in the world. We say we are a Christian. We have a God who is a great God. But nothing is going according to my plans. But we can say nothing is going according to my plans. But God is in control. God knows what's happening. See, ചില കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ താങ്ക്സ് ഗിവിങ്ങിലോട്ട് വരുമ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് താങ്ക്സ് ഗിവിങ്ങിലോട്ട് വരാൻ പറ്റുമോ എന്നൊരു ചോദ്യം. സംടൈം വി കനോട്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 13, 5:13. വേഗം വായിച്ചാട്. 5:13. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ദൈവസന്നിധി ചെല്ലുമ്പോൾ
സ്തോത്രം പറഞ്ഞുകൊണ്ട് വരിക എന്നുള്ളത് ചിലപ്പം പറ്റത്തില്ല. പക്ഷേ വി ഡോണ്ട് ഹാവ് ടു ആക്ട് അറ്റ് ഓൾ. വി ക്യാൻ കം ടു ദ ലോർഡ് ആസ് ഇറ്റ് ഈസ്. ഇവിടെ നമുക്ക് കാണുന്നത്. പക്ഷെ നമുക്കറിയാം ഹന്ന എന്ന് പറഞ്ഞ സഹോദരിയെക്കുറിച്ച് നമുക്കറിയാം. ഹന്ന എല്ലാ വർഷവും ഇതേപോലെ ഇവരെല്ലാവരും താങ്ക്സ് ഗിവിങ് പറഞ്ഞുകൊണ്ട് വരുമ്പം ഹന്ന വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടായിരുന്നു. കാരണം ഹന്നയ്ക്ക് പൈതൃകങ്ങളില്ല. അപ്പം താങ്ക്സ് ഗിവിങ് എന്ന് നമ്മൾ വായിക്കുമ്പോഴും ദർ ആർ പ്ലേസസ് ഇൻ അവർ ലൈഫ്, നമ്മളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷെങ്കിലും വരുന്നു. ഒരു പക്ഷെങ്കിൽ ആരും അറിയത്തില്ലായിരിക്കും. നോബഡി നോസ് അബൌട്ട് ഇറ്റ്, ബട്ട് ഗോഡ് സീസ് us. ഏലി പുരോഹിതന് പോലും ഹന്നയെ മനസ്സിലായില്ല, പക്ഷെങ്കിൽ ദൈവത്തിന് മനസ്സിലായി ഹന്നയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ മനസ്സിലായി. They were righteous, they did everything right, they were blameless, all that is good. പക്ഷെ എങ്കിലും അങ്ങനെ ആയിരിക്കുമ്പം പോലും God is good, because they got Samuel was a special child. You understand? Hannah got Samuel, which is a special child. So God got a special plan for each one of us. Praise the Lord. So we have to understand that. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും നമ്മൾ ദ കംപ്ലീറ്റ് പിക്ചർ നമ്മൾ കാണുമ്പോഴാണ് ഇങ്ങനെയായിരുന്നോ കർത്താവേ. പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഞാൻ ഉടനീളം കർത്താവിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞല്ലേ പോയെ. I never looked up and said, Lord, I thank you, I believe, I trust my God. എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. കർത്താവ് എന്നെ നടത്തുന്ന വിധി സ്പെഷ്യലാണ്. ഇറ്റ് ഈസ് യുണീക്ക് ഓൺലി ഫോർ മീ. പ്രൈസ് ഗോഡ്. അങ്ങനെ പറയാനായിട്ട് കഴിയും. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം എല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ്. ഈവൻ വിവാഹം പോലും ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നു. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആരും പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കുന്നത്, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം. പക്ഷേ അവിടത്തേക്ക് നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും ആ കാര്യം? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജീവൻ തന്നു, നിത്യജീവൻ്റെ അവകാശികളാക്കി നമ്മളെ തീർത്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു. കർത്താവായ യേശു ക്രിസ്തു കടന്നു പോയിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. കർത്താവ് നമുക്ക് ദീർഘമായും കരുണ നമ്മളോട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് കൃപ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ എല്ലാ സാഹചര്യത്തിൻ്റെ മേലും നമ്മുടെ കഴിവിന് മീതെ അവൻ പരീക്ഷിക്കില്ല എന്ന് വാഗ്ദത്തം ചെയ്തിട്ട് പോയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പിന്നെയും കടന്നു വന്ന് കർത്താവിൻ്റെ മക്കളെ കൂട്ടിച്ചേർക്കാനായിട്ട് അങ്ങനെ എത്ര അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ചുറ്റുപാടും കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യാനും ദൈവവചനങ്ങൾ പറയാനായിട്ടും ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനുമായിട്ട് കൂട്ടു സഹോദരങ്ങളെയൊക്കെ തന്നു. ആർ വി താങ്ക്ഫുൾ? നന്ദിയുള്ളവരാണോ? പ്രൈസ് ഗോഡ്. Because when I told you, when you are not thankful, you think you deserve something more than this. നിങ്ങളെ കാട്ടി ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ when you think that Lord, you gave me a lot of these things, I really want to thank you. Praise God. നിങ്ങൾക്ക് ചെങ്കടൽ കടന്നതിന് ശേഷം തപ്പെടുത്താർക്കാം, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ചെങ്കടലിന് മുമ്പ് ആർക്കുന്നതാണ് വിശ്വാസം. മനസ്സിലായോ? ചെങ്കടൽ കഴിഞ്ഞതിന് ശേഷം ആർക്ക് വേണമെങ്കിലും സ്തോത്രം പറയാം, പാട്ട് പാടാം, സാക്ഷ്യം പറയാം, ഒക്കെ ചെയ്യാം. പക്ഷെ ചെങ്കടലിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? When you're going through that struggle and the situations, that's where you have to really know about it. Now when you understand, അങ്ങനെ കർത്താവിനോട് നന്ദിയിൽ നിന്ന് നമ്മൾ കർത്താവിൻ്റെ ഓരോ കാര്യത്തിൽ നടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും കർത്താവേ, what shall I do for you? മനസ്സിലായോ? ഈ നന്ദി വാഗൊണ്ട് മാത്രമല്ല, ദാറ്റ് നീഡ്സ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആൻ ആക്ഷൻ ഇൻ അവർ ലൈഫ്. അല്ലേ? പ്രൈസ് ദ ലോർഡ് ഒക്കെ പറയാനും നന്ദി പറയാനും വാഗൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ദാറ്റ് നീഡ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു നമ്മുടെ ജീവിതത്തിൻ്റെ ആക്ഷൻസിനകത്ത് അത് കാണണം. Why you are doing this? Because the Lord did this for me. In return, I am going to do something for the Lord. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ചില കാര്യം ചെയ്യാനായിട്ട് ഞാൻ മനസ്സ് വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആശുപത്രി കിടന്നപ്പോൾ നിങ്ങളെ കടന്നു വന്ന് നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന ഒരു വ്യക്തി നിങ്ങളെ കാണുമ്പോൾ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരോഗ്യവാനായി കഴിഞ്ഞ് കഴിയുമ്പോൾ
നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് എന്തോ പറയും? ബ്രദർ സിസ്റ്റർ, താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ആൻഡ് ഗിവിങ് മീ ഫുഡ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. പറയത്തില്ലേ? പറയും. ഡെഫിനറ്റ്ലി നമ്മളാണെങ്കിൽ പറയും അല്ലേ? നമ്മുടെ കഷ്ടത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മളെ ഒന്ന് സഹായിച്ചവർക്ക് ഒരു നന്ദി പറയാനായിട്ട് നമുക്കൊരു രീതിയിലും ഒരു മടിയുണ്ടാകത്തില്ല. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളും മനസ്സിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി we start giving things to the Lord. Hallelujah. That is when we giving things to the Lord. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാനായിട്ട് നമുക്ക് തുടങ്ങും. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം, ലൂക്ക് ചാപ്റ്റർ 21. കർത്താവായ യേശു ക്രിസ്തു ആലയത്തിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം തൊട്ട് 4-ാമത്തെ വാക്യം വരെ, 1-4. അവൻ തല പൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ടവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. ചിലർ ദൈവാലയത്തെ കുറിച്ച് അത് മനോഹരമായി And all these things put off their abundance. For all these put out of their abundance have put in offerings for God, but she out of her poverty put in all the livelihood that she had. Okay, ചോദ്യം. ഇത് ഈ സഹോദരി കൊടുക്കേണ്ട പൈസയായിരുന്നോ അല്ലേ? She supposed to give it or not supposed to give it? കൊടുക്കേണ്ടതായിരുന്നു. കൊടുക്കേണ്ടത് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ല, എല്ലാം കൊടുത്തു. പക്ഷേ സി, ദർ ആർ സർട്ടൻ എമൗണ്ട് ഇസ് ഡ്യൂ ബൈ ഡിഫോൾട്ട്. ഏതായിരുന്നു? അതിനെന്താ നമ്മൾ പറയുന്നത്? ടൈത്ത് അല്ലേ? ദശാംശം വേറെ, വഴിപാട് വേറെ. എന്താ വ്യത്യാസം? എന്താ ദശാംശവും വഴിപാടും തമ്മിൽ വ്യത്യാസം? ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ് പോർഷൻ. മലാക്കി ചാപ്റ്റർ 3 വേഴ്സ് 8. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. 2 കാര്യം പറയുന്നത്. അപ്പൊ രണ്ടും ഒന്നല്ല. ദശാംശം എന്ന് പറയുന്നത് എന്താ? നമുക്ക് കിട്ടുന്നതിൻ്റെ 10%. അപ്പം വഴിപാടോ? മനസ്സോടുകൂടെ കൊടുക്കുന്നത്, സ്വന്തമായിട്ട് ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം. അതാണ് ഞാൻ ചോദിച്ചത്. ഈ വിധവയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ലയബിലിറ്റി ഒന്നുമില്ല. അത് സ്വന്തമായിട്ട് കൊടുക്കുന്നതാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് കൊടുക്കുന്നത്. അവിടെ ആ സഹോദരി കൊടുത്ത ഒരു കാര്യം കർത്താവ് കണ്ടിട്ട് പറയുകയാണ്, ഷീ ഗേവ് മോർ ദാൻ ഓൾ ദ പീപ്പിൾ ഹു പുട്ട് ഇറ്റ്. Truly I say to you that this poor widow has put in more than all. For all these out of their abundance have put in offerings for God, but she out of her poverty put in all the livelihood she had. അപ്പം ഈ സഹോദരിക്ക് ആകെ ഈ 2 മൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ, ഈ 2 കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവനും കൊണ്ട് കർത്താവിന് കൊടുത്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളെവിടെ ആയിരിക്കും? ഉത്തരം എന്നോട് പറയണ്ട, ദൈവത്തോട് പറഞ്ഞാൽ. ഐ എം നോട്ട് ആസ്കിങ് ഫോർ യുവർ മണി. നിങ്ങളുടെ പൈസയ്ക്കല്ല ഞാൻ ചോദിക്കുന്നു. ഐ നോട്ട് ആസ്കിങ് അബൌട്ട് മണി ഹിയർ. ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കുന്നതിൽ ആദ്യത്തെ ഒരു കൂട്ടരെ കണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ കർത്താവിന് നന്ദി, കർത്താവ് തരേണ്ടതായിരുന്നു, കർത്താവ് തന്നു, ഇനി അടിച്ചു പൊളിക്കാം എന്നും പറഞ്ഞ് 9 പേരും പോയി. ഒരാൾ പറഞ്ഞു, ലോർഡ് ഐ എം റിയലി താങ്ക്ഫുൾ. Right? And now here we see one person, ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തി കർത്താവ് തനിക്ക് വേണ്ടി ചെയ്തതോർത്ത്, പ്രൈസ് ഗോഡ്, തനിക്ക് വേണ്ടി ചെയ്തതോർത്ത് she comes and gives all she had for the Lord. അത് നമ്മളെ ചലഞ്ച് ചെയ്യണം. കർത്താവേ, ഞാൻ എത്ര മാത്രം കൊടുക്കും? നമ്മുടെ മുമ്പിൽ അനനിയാസ് സഫീറയുണ്ട്, who acted as if they gave everything. എല്ലാം കൊടുത്തതുപോലെ ആക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു, എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ആക്ട് ചെയ്യാം. വി ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ ഗോഡ് ഹു റീഡ്സ് അവർ ഹാർട്ട്സ്, നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവത്തിൻ്റെ
മുമ്പിലാണ് നമ്മൾ. അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണിനുള്ള കർത്താവാണ് ഭണ്ഡാരശാലയുടെ അവിടെ ഇരിക്കുന്നതെന്ന് ഓർത്താണ്. Again, I'm not asking about the money here. I'm asking about the heart which is given to the Lord. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ കൊടുത്തത് എത്ര കൊടുത്തിട്ടുണ്ട്? Lord, 10% for the Lord. That's only tithe you're talking about. Offering willfully. ഞാൻ കർത്താവിന് വേണ്ടി അത് ചെയ്യുന്നത്. Lord, I really want to do it out of full my heart. എൻ്റെ മുഴു ഹൃദയത്തോടു കൂടെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തപ്പം അല്പം പാവം ക്ഷമിക്കുമായിരുന്നില്ല, മുഴുവനും ക്ഷമിച്ചു. മുഴുവനും ക്ഷമിച്ചു. കർത്താവ് തന്നെ കൊടുത്തപ്പം മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് തിരിച്ച് ചോദിക്കും, I have done this for you. If you have realized it, what is in response? Response is, what are you going to do? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആശുപത്രിയിൽ നമ്മൾ ഹോസ്പിറ്റലായിരുന്നു, നമുക്ക് വയ്യാതിരുന്നപ്പോൾ ചെല്ലു വന്നപ്പോൾ നമ്മൾ തിരിച്ചു പോയി നന്ദി പറയാറുണ്ട്. അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് നമുക്ക് ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പം, Lord, I am doing for this brother nothing different. നീ എനിക്ക് വേണ്ടി ചെയ്തത് തിരിച്ചങ്ങോട്ട് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. കർത്താവെ, ഞാൻ ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ടോ? കർത്താവ് യേശു ക്രിസ്തു പല സാഹചര്യങ്ങളും, കർത്താവ് പറഞ്ഞു, ഒരു ധനികനായ മനുഷ്യനോടുള്ള സംസാരത്തിൻ്റെ ഒടുവിൽ അവൻ വളരെ ധനികനായതുകൊണ്ട് വിഷമിച്ചു പോയി, അല്ലേ? He was very rich man. When we are rich in our heart, we cannot give it to the Lord ourselves. നമ്മളെ തന്നെ കൊടുക്കാനായിട്ട് കഴിയത്തില്ല. Our richness could be in any area, in our job, whatever. That is how personally you can check ourselves. എവിടെയാണ് ഞാൻ എന്നെ തന്നെ വലിയ സമ്പന്നനായ മനുഷ്യനായി എനിക്ക് സ്വർഗരാജ്യം തന്നെ മിസ്സാകുന്നതൊക്കെ രീതിയിൽ എൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? പ്രിയ സഹോദരങ്ങളെ, ടെമ്പററി ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചല്ല ഞാനീ പറയാം. നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, Lord, I am willing to give myself. കർത്താവെ, ഞാൻ help me to be available for you. നിനക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണം. നിനക്ക് വേണ്ടി കൊടുക്കാൻ എന്നെ സഹായിക്കണം. നിൻ്റേതായിരിക്കാൻ എന്നെ സഹായിക്കണം. എന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ട് എന്നെ സഹായിക്കണം. ഐ എം നോട്ട് ടെല്ലിങ് ഇറ്റ് ഈസ് ഈസി. പക്ഷേ ആ വിധവയെ സംബന്ധിച്ച് കണ്ടപ്പോൾ കർത്താവിന് ഭയങ്കര സന്തോഷമായി. കർത്താവ് പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞു, ദാറ്റ് ലേഡി did more than all these people who have put lot of big money. ഒത്തിരി പൈസ എത്ര കൊടുത്തു എന്നുള്ളതല്ല, how you gave it. What was your ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു അത് ചെയ്തപ്പോൾ? സഹോദരങ്ങളെ, നമുക്കൊരു പക്ഷെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കില്ല പല സമയത്തും നമ്മൾ ചെയ്യേണ്ടത്. ഒരു പക്ഷേ നമ്മുടെ ടൈം ആയിരിക്കും. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സ് ആയിരിക്കും കർത്താവിന് വേണ്ടത്. Are you available? Are you say, Lord, out of thanks, നന്ദിയോടുകൂടെ തിരിച്ച് ചെയ്യുന്ന, അല്ലാതെ ഔട്ട് ഓഫ് ഒബ്ലിഗേഷൻ അല്ല. ഒബ്ലിഗേറ്റഡ് ആണ്, പക്ഷെങ്കിൽ അതല്ല കർത്താവ് തിരിച്ച് ചോദിക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ആസ് an offering unto the Lord, I say, Lord, I offer myself out of that. നമുക്ക് 1 രാജാക്കന്മാരിലെ എലീശയും എലൈജയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ഒരു ഭാഗങ്ങൾ വായിച്ച് നിർത്താം. 1 Kings chapter 19 verse 20, 20ാമത്തെ വാക്യം. 1 Kings chapter 19 verse 20. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്തു ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക എന്ന് പറഞ്ഞു. എലിയാവ് എലീശയെ വിളിക്കുകയാണ്. ആക്ച്വലി മിനിസ്ട്രിക്ക് വേണ്ടി വിളിക്കുന്ന സമയത്ത് എലീശ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എലീശ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനെ അമ്മയുടെ അടുക്കലൊന്ന് പോയി, ലെജിറ്റിമേറ്റുള്ളൊരു കാര്യമാണ്, പോയിട്ടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. പറഞ്ഞു, പൊക്കൊള്ളുക, പക്ഷേ ഞാൻ നിനക്ക് തന്നത് എന്താണ്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്ന് ഓർത്തോണമെന്ന് പറഞ്ഞു. സാറേ, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സെക്യുലറായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം നടുവിലൊരു കാര്യമാണ്, കർത്താവ് എനിക്ക് വേണ്ടി എന്താ ചെയ്തത്. പ്രൈസ് ഗോഡ്. ഓർ വി ആർ ഓൺലി ഹിയർ ടു റിസീവ്. കിട്ടാൻ മാത്രമാണോ നമ്മൾ? ഇങ്ങോട്ട് എന്തുണ്ടല്ലോ ഇങ്ങോട്ട് താ എന്നുള്ളത് മാത്രമാണ്. കർത്താവേ, ഇന്ന് ഞാനിപ്പോൾ ഐ എം ഗോയിങ് ടു ഗിവ് യു താങ്ക്സ്. സംടൈം ഇറ്റ് കുഡ് ബി ബൈ വേർഡ്സ്. ഒരു പക്ഷെങ്കിൽ വാ കൊണ്ടുള്ള ചിലപ്പോൾ നന്ദി പറച്ചിലായിരിക്കും, അത് വേണം. അതുപോലെ തന്നെ
കർത്താവെ എൻ്റെ പ്രവൃത്തിയിൽ when I do something, maybe that means I spend some money. മേ ബി ഒരു പക്ഷെങ്കിൽ ഞാൻ അല്പം പൈസ കർത്താവിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ആരാ തന്നെ? തമ്പുരാൻ തന്നല്ലേ അല്ലേ? സമയം അല്പനേരം ഒരു ഫോൺ എടുത്ത് വിളിക്കണം. What's the problem? Maybe it will cost you some few fills or few reals. Call them. We have to do that. Not because it's an obligation. ചെയ്യണമല്ലോ, ഒബ്ലിഗേഷൻ അല്ല. കർത്താവ് എനിക്ക് ചെയ്തതോർത്ത് തിരിച്ച് ഞാൻ ചെയ്യാം. ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർക്കണം. ഹല്ലേലൂയ. There are many people who really needs our prayers. Many people who really needs our prayers. നമുക്ക് മനസ്സൊക്കെ കർത്താവേ, ഞാൻ പറഞ്ഞല്ലോ, we have not reached 100%. നമ്മുടെ ഹൃദയം കണ്ടുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ കടന്നു വരാൻ. അതെൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സന്തോഷത്തോടെ, ഐ റിയലി ബി താങ്ക്ഫുൾ പേഴ്സൺ. കർത്താവ് എല്ലാ സാഹചര്യങ്ങളിലും നന്ദിയോടുകൂടെ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിക്കണം. ആ നന്ദിയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു ഓഫറിംഗ് ഉണ്ട്. ദൈവം എനിക്ക് ചെയ്തതിനോർത്ത് ഞാൻ തിരിച്ചു കർത്താവിന് കൊടുക്കുന്ന ഒരു ഓഫറിംഗ് ഉണ്ട്. അതിന് തിരിച്ചു കർത്താവ് ഒന്നും പറയാനായിട്ടില്ല. ബിക്കോസ് ഹി ഡിസേർവ്, ദ ലോർഡ് ഡിസേർവ്സ് എവറിത്തിങ് ആൻഡ് ഐ ഗിവ് ഇറ്റ് ബാക്ക് ടു ദ ലോർഡ്. കർത്താവിൻ്റെ നമുക്ക് മനസ്സ് വെക്കാൻ കർത്താവെ ചേഞ്ചസ് ദാറ്റ് വേ. ഞങ്ങളെ വ്യത്യാസപ്പെടുത്തണമേ. അങ്ങനെ നമ്മുടെ ഹൃദയത്തിനുള്ള ഒരു ക്രൈ ആയിരിക്കട്ടെ, ഒരു പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ. ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് റിസീവിങ്, ഇറ്റ് ഓൾവേസ് ഗിവിങ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.